നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സൗഹൃദ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ 12ാമത് അഖില കേരള ഓണം കളി മത്സരം നടത്തി. അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. കനകമല സ്റ്റാർസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര സൗഹൃദ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ 12ാമത് അഖില കേരള ഓണം കളി മത്സരം നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ മത്സരം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CDCB അധ്യക്ഷത വഹിച്ചു. സൗഹൃദ കലാവേദി പ്രസിഡന്റ് ഹരിദാസ്, രക്ഷാധികാരികളായ PR പ്രസാദൻ, KV നൈജോ, മനോജ് തരകൻ, കൺവീനർ അഭിലാഷ് സൗഹൃദ, ചെയർമാൻ ആനന്ദ്, സെക്രട്ടറി നാസിക്, ട്രഷറർ സജീവ് C എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ നടന കലാവേദി, പൂപ്പത്തി ബ്രദേഴ്സ് കലാഭവൻ, കോൽക്കുന്ന് യുവധാര കലാവേദി എന്നീ ടീമുകളാണ് ഓണക്കളി മത്സരത്തിൽ പങ്കെടുത്തത്. അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. UHSS ഫുട്ബോൾ അക്കാദമി അന്നനാട് എന്ന പേരിൽ ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ വിപിൻ തോമസ് നിർവഹിച്ചു. അന്നനാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ CA ഷാജി സ്വാഗതം ആശംസിച്ചു. ചീഫ് കോർഡിനേറ്റർ K കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണവും PTA പ്രസിഡന്റ് PR രാജേഷ് അധ്യക്ഷ പ്രസംഗവും നടത്തി. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, വാർഡ് മെമ്പർമാരായ രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, മോളി തോമസ്, രാജേഷ് KN, പ്രിൻസിപ്പൽ ജയ I, ഹെഡ്മിസ്റ്റേഴ്സ് മാലിനി MP എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളായ തോമസ് MA, CO ജോൺ എന്നിവരെ ആദരിച്ചു. ISV ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലകരുടെ കീഴിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത്. കായിക അധ്യാപകൻ ജിബി പെരേപ്പാടൻ യോഗത്തിന് നന്ദി അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ സെന്റ് ആന്റണീസ് HSS മാള ജേതാക്കളായി. ശനി ഞായർ ദിവസങ്ങളിൽ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്നിരുന്നത്. സ്വാഭാവികമായും ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുടെ പ്രശ്നം, മടുപ്പ്, അതൊക്കെ ചെറുപ്പകാലത്ത് ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇത്രയും നല്ലൊരു കോച്ചസിന്റെ കീഴിൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതുപോലെ ഇരിക്കും നിങ്ങളുടെ ഭാവി. പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നും ദേശീയപാത മറികടക്കുന്നതിനിടെയാണ് കാർ നിയന്ത്രണം വിട്ടത്. ഡിവൈഡറിൽ ഇടിച്ചു കയറി എതിർദിശയിലേക്ക് എത്തിയ കാർ ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാറിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പുതുക്കാട് പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തങ്ങളുടെ കുറവുകളെ അവഗണിച്ച് ആട്ടവും പാട്ടും വടംവലിയുമായി ശാന്തി ഭവനിലെ കുട്ടികളുടെ ഓണാഘോഷം വേറിട്ടതായി. ഭിന്നശേഷിക്കാരായ മക്കൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന ശാന്തി ഭവൻ സോഷ്യൽ സെന്ററിൽ അതിഗംഭീരമായ ഓണാഘോഷം നടത്തി. തുളസിത്തറയിൽ തിരിതെളിയിച്ചുകൊണ്ട് അവാർഡ് ഭവൻ ഡയറക്ടർ ഫാദർ സിനു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവോണ ആഘോഷ പരിപാടികളിൽ ഭിന്നശേഷിക്കാരായ മക്കളുടെ തിരുവാതിരക്കളി, സംഘഗാനം, വടംവലി, അപ്പം കടി, ഉറിയടി, ചാക്കിലോട്ടം തുടങ്ങിയ
പരമ്പരാഗതങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. പലതരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെയുള്ളത്. സംസാരം, കേൾവി, കാഴ്ചപരിമിതി ഉള്ളവരും ശാരീരിക വൈകല്യം, പഠന വൈകല്യം എന്നിങ്ങനെയുള്ളവരാണ് ഇവിടെയുള്ളത്. ഐഡിയ സ്റ്റാർ സിംഗർ സുബീഷ് കുട്ടികളുടെ കൂടെ ആടിയും പാടിയും അവരോടൊപ്പം ചേർന്നപ്പോൾ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ മധുരിമ നൽകി. എല്ലാ ക്ഷീണവും മറക്കുന്ന ഓണസദ്യ അതിഗംഭീരമായിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതും കൂടെ നിന്നതും തുരുത്തിപ്പറമ്പ് ഇടവകയിലെ നല്ലവരായ യുവജനങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു. ചാലക്കുടി കാരുണ്യ സാരഥി ഓട്ടോ ഡ്രൈവർമാരും ഒപ്പമുണ്ടായിരുന്നു. ഫാദർ ജോസഫ് ഗോപുരം, സിസ്റ്റർ ആനി ഡേവിസ്, സിസ്റ്റർ ക്രിസിറ്റ് എന്നിവർ സംസാരിച്ചു. അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു വലിയൊരു ഉയർച്ചയായി നമ്മുടെ ജീവിതത്തിൽ അത് മാറും. ലോകത്ത് നമ്മൾ തന്നെ അറിയപ്പെടുന്ന, നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് വാല്യൂവിന് വേണ്ടിയാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് മൂല്യത്തിന് വേണ്ടി നിൽക്കുന്നത്, അതിൽ ലോകം നമ്മളെ നാളെ അംഗീകരിക്കുമെന്നുള്ളതാണ് സത്യം. കനകമല സ്റ്റാർസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ക്ലബ് പ്രസിഡന്റ് ജോസ് കുയിലാടനും മാവേലി വേഷമണിഞ്ഞ റെന്നി കോട്ടയ്ക്കലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോയ് ചേറങ്ങാടൻ, ട്രഷറർ വർഗീസ് കളത്തിങ്കൽ, കൺവീനർ മോഡി ചങ്കൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ജോസഫ് ഗോപുരം, ബിജു ചുള്ളി, ഷോജൻ ഡി വിധേയത്തിൽ, ബൈജു അറക്കൽ, ബെന്നി ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, സിബി ചങ്കൻ, ജോഷി മെനാച്ചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഓണസദ്യ ഉണ്ടായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനം ചാലക്കുടി മഹാത്മാ സ്ക്വയറിൽ നടത്തി. അംബേദ്കർ സാംസ്കാരിക സമിതിയും വിവിധ സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാചരണം ചാലക്കുടി അയ്യങ്കാളി സ്ക്വയറിൽ സംഘടിപ്പിച്ചു. രാവിലെ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തി. ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ജന്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷനായിരുന്നു. സമിതി ജനറൽ സെക്രട്ടറി പി കെ ശങ്കർദാസ് ആമുഖ പ്രസംഗം നടത്തി. ഡോക്ടർ വത്സലൻ വാതുശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാലക്കുടി നഗരസഭാ വികസന ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, കൌൺസിലർമാരായ വി ജെ ജോജി, കെ എസ് സുനോജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികളായ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ, സി കെ വേലായുധൻ മാസ്റ്റർ, സി എം സുബ്രൻ എന്നിവർ സംസാരിച്ചു. സമിതി കൺവീനർ ടി എം രതീശൻ സ്വാഗതവും വൈസ് ചെയർമാൻ സി എം അയ്യപ്പൻ നന്ദിയും അറിയിച്ചു. വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല, അധികാരമില്ല, എല്ലാ തരത്തിലും നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അയ്യങ്കാളി അത് ചെയ്യുന്നത്. അതാണ് അയ്യങ്കാളി വലിയ രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ട് അയ്യങ്കാളി അതിജീവിച്ചു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. ശരിക്കും നമ്മൾ ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധി പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ അജയും മാംസവുമായ ഒരു മനുഷ്യൻ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെന്നും വരും തലമുറ അത്ഭുതത്തോടെ മാത്രമേ ഓർക്കുള്ളൂ എന്ന് പറയുന്നു. സമൂഹത്തിലെ ഉള്ളവനും ഇല്ലാത്തവനും ചേർന്ന് കൊരട്ടി പാഥേയത്തിൽ ഓണാഘോഷം നടത്തി. കഴിഞ്ഞ 4 വർഷത്തിലധികമായി വിശക്കുന്നവന് ദിവസം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊരട്ടി പാഥേയത്തിലെ ഓണാഘോഷം വേറിട്ടതായി. ആരും ആശ്രയിക്കാനില്ലാതെ ദിവസവും ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും ഓണക്കോടിയും ഓണസദ്യയും നൽകിയാണ് ഓണം ആഘോഷിച്ചത്. ആഘോഷ പരിപാടികൾ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾ കല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് മെഡൽ നേടിയ പോലീസ് ഉദ്യോഗസ്ഥരായ പി വി വിനോദ്, കെ കെ ഷാജു, എം ഡി പോളി, വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ടി വി ഭഗി, എം കെ സുഭാഷ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത്, കെ പി സി സി അംഗം ഷോൺ പല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം ബിസി പോൾ, കെ എൻ വേണു, കെ സി ഷൈജു, സുന്ദരൻ പനങ്കൂട്ടത്തിൽ, ജോസഫ് വർഗീസ്, സരിത രാജേഷ്, ആന്റോ പെരേപ്പാടൻ, അഡ്വക്കേറ്റ് എ വി ഷാജഹാൻ, സണ്ണി നാൽപ്പാട്ട്, ബെന്നി വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെയാണ് പാതയത്തിന്റെ പ്രത്യേകത. പാതയത്തിന്റെ എല്ലാ വർഷത്തിലും എല്ലാ വിശേഷങ്ങൾക്കും നമ്മളുടെ ഒത്തുകൂടി ഇവിടെ എത്തുന്നവർക്ക് മുഴുവൻ ഭക്ഷണം, ഓണത്തിന് ഓണസദ്യയും, അതോടൊപ്പം തന്നെ ഓണക്കോടി വിതരണം, അതോടൊപ്പം തന്നെ കൊരട്ടിയുടെ വിവിധ മേഖലകളിൽ പാകറ്റും തെളിയിച്ചിട്ടുള്ള നമ്മൾ ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വിശേഷ നാളുകളും നമ്മളിവിടെ സംഘടിപ്പിക്കുക. പ്രത്യേകിച്ച് ആളില്ല, ഷൈജു, സുന്ദരൻ, വേണു, എല്ലാവരും അഭിനന്ദിക്കുന്നു. ഇത്രയും മനോഹരമായ പരിപാടികൾ, ഈ എന്താ പറയുക പാതയം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ആ ക്രമീകരണം, അതിൽ മേൽനോട്ടം വഹിക്കുന്നവരെയും സംഘടിപ്പിക്കുന്നവരെയും സഹകരിക്കുന്നവരെല്ലാം പ്രത്യേകം അനുമോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ദിവസം മാവേലി അതെന്താ വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് ചിറമൽ വീട്ടിൽ 70 വയസ്സുള്ള സേവറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. മണ്ണമ്പേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച. ഭാര്യ മാർഗരറ്റ്, മക്കൾ സിജോ, ഫാദർ സിൻഡോ ചിറമൽ, സിംസൺ, മരുമക്കൾ ജിസ, നവ്യ.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6880 രൂപ, പവന് 5540 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര സൗഹൃദ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ 12ാമത് അഖില കേരള ഓണം കളി മത്സരം നടത്തി. അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. കനകമല സ്റ്റാർസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.